പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്ത് നിന്നാണ്. റിയാലിറ്റി ഇതാണ്, ദേ വർ സ്പെൻഡിങ് സോ മച്ച് മണി ഓൺ ദാറ്റ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡ്രോപ്പ് ചെയ്തിട്ടല്ല നമ്മൾ ഇതുപോലെയുള്ള അഡ്മിഷൻസ് ചെയ്യുന്നത്. വേഴ്സറ്റൈൽ ആയിട്ട് നമ്മളെ നിർത്തുന്ന പറയുന്നത് ഇറ്റ്സ് ബിൽഡ് ബൈ ദ സ്റ്റുഡൻസ്. അബ്രോഡ് എന്നുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരിക്കലും ഫ്രഷർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക ബാഡ് സൈഡ്സ് ആണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ. ഇതൊക്കെ അറിഞ്ഞു വരിക, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അബ്രോഡ് സ്റ്റഡീസ് എന്നുള്ളത്. അതിൽ ഒരുപാട് സ്കാമിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ടിപ്പിക്കൽ അബ്രോഡ് സ്റ്റഡീസ് ഏജൻസി എന്നുള്ള ഒരു ഐഡിയോളജിയെ പൊളിച്ചെഴുതിക്കൊണ്ട് 4ഓളം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്. ഇന്ന് ആ കമ്മ്യൂണിറ്റി 100ഓളം മെമ്പേഴ്സ് ചേർന്നിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ആയി മാറിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ എന്നുള്ളത് മെഡോക് എഡ്യൂക്കേഷന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ അഖില സുരേഷ് ആണ്. വെൽക്കം അഖില ടു കാ പോഡ്കാസ്റ്റ്. താങ്ക് യു. അഖില, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പലതരം ഏജൻസികളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഏജൻസീസ് എപ്പോഴും ദേ വർ ഫോക്കസ്ഡ് ഓൺ ദ ബിസിനസ്. ഇതൊരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് അവരതിനെ മെയിൻലി അങ്ങനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ഞാൻ അവിടുത്തെ പ്രീവിയസ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ബാക്കി ഇപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഫോം അപ്പ് ചെയ്യുന്നതാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡ്രോപ്പ് ചെയ്തിട്ടല്ല നമ്മൾ ഇതുപോലെയുള്ള അഡ്മിഷൻസ് ചെയ്യുന്നത്. നമുക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസിൽ നിന്നും നമുക്കിത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ വേറൊരു രീതിയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ നമുക്ക് ആലോചിച്ച് തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നു. അങ്ങനെ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് വളരെ ബേസ് ആയിട്ട് നമ്മൾ ആദ്യമൊക്കെ ഒരു കുട്ടി നമ്മള് പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ല. ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ 2 വർഷം ജൂനിയർ ആയിട്ട് പഠിച്ചൊരു കുട്ടിയാണ് ചോദിച്ചത് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ നമ്മൾ ആ ഐഡിയോളജി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി, പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. അങ്ങനെ ഡേ ബൈ ഡേ എടുത്തിട്ട് ഇപ്പൊ ഇറ്റ്സ് ബീൻ ലൈക്ക് 2.5 years. ലൈക്ക് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത് 100+ എന്ന് പറയാൻ കാരണം നമ്മള് ആ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികൾ തന്നെയാണ് 100+ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ കമ്മ്യൂണിറ്റി അത് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്തൊരു സാധനം. നമ്മളങ്ങനെ എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു അതൊരു ബിസിനസ് പോലെ കണ്ടിട്ടല്ല. പക്ഷെ നമ്മൾ ഈ പേരും കാര്യങ്ങളൊക്കെ ഇട്ടത് ഞാൻ നേരത്തെ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അതുപോലെ പ്രോസസ്സിങ് അല്ലെങ്കിൽ അഡ്മിഷൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലീഗലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫീസ് ഇട്ടു. അപ്പൊ അതിന് അങ്ങനെ ഒരു പേര് നൽകിയെന്ന് മാത്രം. അതർവൈസ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി അങ്ങനെ വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. അബ്രോഡ് സ്റ്റഡീസ് ഒരു സ്റ്റുഡന്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാണ്, എനിക്ക് ഈ ഒരു രാജ്യത്തിലേക്ക് വരണം, MBBS നമ്മൾ ചെയ്യുന്ന അതാണല്ലോ, അത് ചെയ്യണം, ആ ഒരു കോഴ്സ് ചെയ്യണം. അപ്പോൾ എന്താണ് നിങ്ങളെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ആ സ്റ്റുഡന്റിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താ? ഇപ്പൊ ബേസിക്കലി ഞാൻ പറയുമ്പോൾ എല്ലാ ഏജൻസീസും ചെയ്യുന്നൊരു സാധനം. ഇപ്പൊ ഞാൻ പോയപ്പോഴും എന്നോടും പറഞ്ഞിരുന്നത് അവരവിടെ ഉണ്ട്, നമ്മളെ ത്രൂ ഔട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടുപോകാനും അവരവിടെ ഉണ്ടാവും എന്നുള്ളൊരു ബേസിക് സാധനത്തിലാണ് നമ്മൾ വീണത്. അങ്ങനെ അതാണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഉണ്ടാവും, അവിടെ എത്തുമ്പോഴും കുട്ടിയുടെ എല്ലാ ആവശ്യത്തിനും ഞങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഉള്ളിൽ ആക്സസ് ആയിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിന് മാത്രമാണ്. ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നമ്മുടെ സീനിയേഴ്സിന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ ബേസിക് ആയിട്ട് അവരും ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ്. അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനായിട്ടല്ല അവർ ചൂസ് ചെയ്യുന്ന അവിടെ പഠിക്കുന്ന കുട്ടികളെ ഡയറക്റ്റ് ആക്സസ് അവർക്കില്ല. പക്ഷെ അഡ്മിഷൻ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവും, കോൺട്രാക്ടർ ഉണ്ടാവും. പക്ഷെ അവർക്ക് സബ് കോൺട്രാക്ടേഴ്സ് ആയിട്ടായിരിക്കും ഈ പറയുന്നവരൊക്കെ ഉണ്ടാവുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഇവർ പറയും ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ ഇവിടുന്ന് ഇവർക്ക് വരുന്ന ആകെ ടാസ്ക് എയർപോർട്ട്, ഇപ്പൊ കൊച്ചിന്നാണെങ്കിൽ കൊച്ചിന്ന് ഇവർ കൂടെ ഉണ്ടാവും. ഇപ്പൊ താഷ്കന്തിലേക്ക് എത്തുമ്പോൾ അവരവിടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് സാധാരണ അവിടെയുള്ള കുട്ടികളുടെ നിന്ന് ഹെൽപ്പ് സീക്ക് ചെയ്യുക. ലാംഗ്വേജ് ആയാലും യൂണിവേഴ്സിറ്റി ഉള്ളിൽ കിടക്കാനായാലും എല്ലാം നമ്മുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ലേ, സ്കാംസ് ഒരുപാട് സ്കാംസ് നടത്തിയിട്ടാണ് നമ്മളിങ്ങനെ ഇതുപോലെ ഏജൻസീസ് ഒക്കെ നോർമലി അഡ്മിഷൻസ് ചെയ്യുന്നത്. കാരണം ബിഗ് ആയിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അവര് ഇതിനു വേണ്ടിയിട്ട്. ഞാൻ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ഫോക്കസിങ് ഓൺ ദി ബാഡ് സൈഡ് അങ്ങനെയൊന്നുമല്ല. പക്ഷെ റിയാലിറ്റി ഇതാണ്, ദേ വർ സ്പെൻഡിങ് സോ മച്ച് മണി ഓൺ ദാറ്റ്. നമ്മൾ ഇങ്ങനൊരു സംഭവം ഇത്രയും ഹൈപ്പിൽ കൊടുത്ത് ചെയ്താലേ ഉള്ളൂ കുട്ടികൾ കയറുള്ളൂ. കാരണം അവർക്കത് വേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അവരതിനെ പക്ഷെ യൂണിവേഴ്സിറ്റി ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന റിയാലിറ്റി
ഭയങ്കരമായിട്ടുള്ള ഒരു മാസീവ് ചേഞ്ച് ആണ്. ഇവിടുന്ന് ഇവര് പറയുന്ന സാധനം അല്ല നമുക്ക് അവിടെ നമ്മളെ നാട്ടിൽ എത്തുമ്പോ കാണുന്ന കിട്ടുക മാർക്കറ്റിംഗ് ഗിമിക്കിനും അപ്പുറമാണ്. അപ്പുറമാണ് അത് ഉറപ്പായിട്ട്. കാരണം യൂണിവേഴ്സിറ്റി ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങേണ്ട ക്ലാസ് ഏരിയാസ്, അല്ലെങ്കിൽ പുറത്തൊരു സാധനം മേടിക്കണമെങ്കിൽ പോകണമെങ്കിൽ ഉണ്ടല്ലോ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ഇതിനൊക്കെ നമ്മുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഓരുണ്ടെങ്കിലേ നമുക്ക് പോകാനും പറ്റുള്ളൂ. നമുക്ക് സ്റ്റുഡന്റ് കാർഡ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അവിടെ പഠിക്കുന്ന കുട്ടിക്കേ ഉള്ളൂ അങ്ങോട്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ആക്സസ് ഉള്ളൂ. അപ്പൊ അത് അവർക്ക് എന്തായാലും അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ത്രൂ ഔട്ട് അങ്ങനെ ചെയ്യാനൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഒന്നാമത് ലാംഗ്വേജ് ഒരു ബാരിയർ ആണ് അവർക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു കൺട്രിയിലേക്ക് വിസ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ നമുക്ക് വർക്കിംഗ് വിസ ആയിരിക്കണം. ഇതുപോലെ ഉസ്ബെക്ക് പോലുള്ള ഉസ്ബെക്കിസ്ഥാൻ. അപ്പൊ അങ്ങോട്ടൊക്കെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് വിസയ്ക്ക് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. വിസിറ്റിംഗ് വിസയ്ക്ക് എന്ന് പറയുമ്പോൾ വളരെ ചീപ്പായിട്ട് 2500 റേറ്റ് വരുന്നുള്ളൂ മീൻസ് വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എത്തുമ്പോൾ ആ വിസയ്ക്ക് വേണ്ടിയിട്ട് പോകും. എന്നിട്ട് എത്ര ദിവസം അവർ സ്പെൻഡ് ചെയ്ത് അവരും കുട്ടികളെ പോലെ തന്നെ ആ കൺട്രി എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചവർ വരും. മീൻസ് കുട്ടികളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ അവരും ആ ഒരു പേരിൽ അങ്ങ് പോവും. എന്നിട്ട് ഈ പറയുന്നവരായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യാനാവട്ടെ, കുട്ടികളുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടാവട്ടെ അവര് നമ്മളെ തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്യും. എന്നിട്ട് അവരത് ചെയ്യും. എന്നിട്ട് ക്രെഡിറ്റ് എന്നിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വരുമ്പോൾ അവരതിനെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മളെ കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. അവിടെ അതിനെപ്പോഴും ഭയങ്കര ചേഞ്ച്. നമ്മൾ പറയുന്ന നമ്മളിപ്പോ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ ഉള്ള സീനിയർ ഏതാണ് ആ സീനിയർ വെച്ചിട്ട് വയ്യ അല്ലെങ്കിൽ ചേച്ചി വയ്യ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയാ, നമ്മളപ്പം അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മളതൊരു കുഴപ്പമില്ലായിട്ട് പറയുന്നില്ല. കാരണം നമുക്ക് ക്ലാസ് ഉള്ള സമയത്ത് കുട്ടിക്ക് വയ്യാണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുവരും. കാരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ ആകെ ഇത്ര പേരാണ് അവിടെ ഉള്ളത്. നമ്മൾ ആകെ ഇത്ര എന്ത് പറഞ്ഞാലും നാടല്ല, വേറൊരു രാജ്യം തന്നെയാണ്. നമ്മൾ എത്ര അടുത്താണ് ഈസിലി എത്തിപ്പെടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാടല്ല. അത്രയും ആ കോളേജിലാകെ അത്ര പേരേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ഔട്ട് ചെയ്ത് അങ്ങനെ ഡേ ബൈ ഡേ ക്രിയേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇവിടെ ഇപ്പൊ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ബിൽഡ് ആയ ഒരു സംഭവമാണ്. നമ്മൾ തന്നെ അറിയാതെ അത് വളരെ പറയില്ലേ 100+ എന്നൊക്കെ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോയി, അങ്ങനെ വന്നു എന്നുള്ളതാണ്. മെഡോക്ക് എന്താണ്? മെഡോക്ക് ആക്ച്വലി ഒരു ടിപ്പിക്കൽ കൺസൾട്ടൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നോർമൽ അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നമ്മളെ വേഴ്സറ്റൈൽ ആയിട്ട് നമ്മളെ നിർത്തുന്ന പറയുന്നത് ഇറ്റ്സ് ബിൽഡ് ബൈ ദ സ്റ്റുഡൻസ്. ഇപ്പൊ നോർമലി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒക്കെ ഏജൻസി ചെയ്യുന്ന പ്രോസസ്സിംഗ് തന്നെയാണ്. പേപ്പർ വർക്ക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കുട്ടീനെ നാട്ടിൽ നിന്ന് അബ്രോഡ് എത്തിക്കുന്നതിന് വരെയുള്ള സ്റ്റെപ്സ് ഏജൻസി ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളെയും ചെയ്യുന്നത്. പക്ഷെ ഇതിൽ വേരി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഏജൻസി എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. പക്ഷെ നമ്മൾ അങ്ങനെയില്ല, വി ആർ ദെയർ. നമ്മൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ അവിടെ ഉണ്ട്, നമ്മൾ ഓരോടൊപ്പം തന്നെ ആയിരിക്കും ഹോസ്റ്റൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഒരേ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ക്ലിനിക്സ് റൊട്ടേഷൻസ് വരുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഏതിനും നമ്മൾ അവിടെ ഉണ്ടെന്നല്ല, നമ്മൾ അവിടെ തന്നെ ഉണ്ട്. അവർക്കുള്ള പോലെ ആയിരിക്കും നമുക്ക് വെക്കേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു സ്കാം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മീഡിയം ഓഫ് ആണ് ഈ അതർ ഏജൻസീസ് വരുന്നത്. അപ്പൊ ഇവരെ നാട്ടിലെ മെയിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന്ന് അവര് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളവിടെ ത്രൂ ഔട്ട് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കൊച്ചിന്ന് ഞാൻ പറഞ്ഞില്ല, കൊച്ചിന്നാണ് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ കൊച്ചി ടു താഷ്കന്റ് എയർപോർട്ട് വരെ അവരുണ്ടെന്ന് ഇവര് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു കൺട്രിയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ നമുക്ക് വർക്കിംഗ് വിസ വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ വിസിറ്റിംഗ് വിസ പോലെ എടുത്തേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ അവരെന്ത് ചെയ്യും, വിസിറ്റിംഗ് വിസ എടുക്കും, അവര് വരും. അപ്പൊ അവര് ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ഈ ഏത് സ്റ്റുഡന്റ് ആണ് അവിടെ ഫൈനൽ ഇയർ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3rd ഇയർ ഒക്കെ എത്തിയ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു 2nd ഇയർ അല്ലെങ്കിൽ 4th ഇയർ പഠിക്കുന്ന അവരെ അപ്രോച്ചിങ്. നമ്മുടെ ഏജൻസിന് ഇത്ര കുട്ടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കുട്ടികളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെയിം സാധനം ചെയ്തു. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന സാധനം ആസ് എ സീനിയർ. അപ്പൊ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഒരു മീഡിയം ഇല്ലാതെ തന്നെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ രീതിയിൽ അവരെ കൺസിഡർ ചെയ്യാനും പറ്റുന്നുള്ളത് കൊണ്ട് നമ്മളത് മെയിൻലി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ നോർമലൈസ്ഡ് ആയി പോയി. പിന്നീട് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടി വന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടി വന്നു. പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഈ 100+ എന്ന് പറയുന്ന സാധനം നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ നമ്മളിപ്പം ജസ്റ്റ് ഫൈനലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ട് താഴെയുള്ള ജൂനിയേഴ്സ് നമ്മൾ ടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെന്റെ താഴെയുള്ള അത് ഓട്ടോമാറ്റിക്കലി അവർ ബിൽഡപ്പ് ചെയ്തിരുന്ന സാധനമാണ്. ഈ ഇന്ന സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്, ഇന്ന സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പൊ ഇങ്ങോട്ടേക്ക് പോകേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടത് അടക്കമുള്ള പ്രോപ്പർ സാധനങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലായിട്ട്
ബാക്കിയുള്ള ഏജൻസിനെ നോക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കൂടെ തന്നെയാണ് അവർ ഉണ്ടാവുകയും ചെയ്യുക. പക്ഷെ ഇവര് വന്നിട്ട് അങ്ങ് പോവും. നമുക്ക് ത്രൂ ഔട്ട് ഇപ്പം എനിക്കൊരു നമ്മൾ ഫസ്റ്റ് ഇയർ പോയപ്പം ഈ സെയിം ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. നമുക്ക് സ്കാംസ് ഉണ്ടായിരുന്നു. ഇവരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പൊടി പോലും നമുക്ക് കാണാനുണ്ടായിട്ടില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്ന നമ്മുടെ തൊട്ട് മുന്നിലെ സീനിയേഴ്സ് ആണ്. ഇപ്പൊ നെക്സ്റ്റ് ഇയർ ആ കുട്ടികൾ വന്നു കഴിഞ്ഞപ്പം വി ടുക്ക് കെയർ ഓഫ് ദം. അങ്ങനെ ഇതിങ്ങനെ വന്ന് ഓട്ടോമാറ്റിക്കലി മിഡിൽ മാൻ ഇല്ല, അത് തന്നെ ഡയറക്റ്റ് നമ്മൾ തന്നെ. അപ്പൊ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിലാണ് അവരുണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഷ്യൂറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ അവരുടെ മൊത്തം സറൗണ്ടഡ് ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ഓൺ ചെയ്യുന്ന സാധനം. അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഉണ്ട്, സോ വി ആർ ഡൂയിങ് ദിസ് എന്നുള്ളൊരു സാധനം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ പേജ് ശ്രദ്ധിച്ചപ്പോ, നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ശ്രദ്ധിച്ചപ്പോ, അതിൽ നിങ്ങളെ സ്റ്റുഡൻസ് ചെയ്യുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവർ ചെയ്യുന്ന വ്ളോഗ്സ്, അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ ഒരു ഏജൻസി എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ഓഫേഴ്സ്, സ്കോളർഷിപ്പ്, അതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വിട്ട് ചിന്തിക്കാനുള്ള ഒരു കാരണം? അത് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സാധനം ശരിക്കും ഇല്ല. നമ്മള് നാട്ടിലുള്ള ഏജൻസി അങ്ങനെ ആരെയും ബ്ലെയിം ചെയ്ത് പറയുന്നതല്ലാതെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പക്ഷെ നമുക്കൊരിക്കലും പുറത്തുനിന്ന് അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അബ്രോഡ് ഒരു ഏജൻസി അല്ലെങ്കിൽ അബ്രോഡ് എന്നുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരിക്കലും ഫ്രഷർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാട്ടിലുള്ള എല്ലാവർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് അബ്രോഡ് MBBS അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് തന്നെ. അത് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ UK-ലും കാനഡയിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ് അതും. ഇന്റർനാഷണൽ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇത്ര സീറ്റ്സ് വെച്ചിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സീറ്റിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എവിടെയാ അങ്ങനെയുള്ളത് കുട്ടികൾ? അതായത് ഈ സ്കോളർഷിപ്സ് ഒക്കെ ബേസിക്കലി സ്കൂൾ വൈസ് നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ ഫൈനൽ എക്സാം കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഇത് ഏജൻസിക്കാര് അവര് പറയുന്ന ഒരു ഇതാണ്. അവരിപ്പോ ഫുൾ A+ മേടിച്ചൊരു കുട്ടിക്ക് അവര് തന്നെ ഒരു 10% അല്ലെങ്കിൽ 20% അവരെ ടോട്ടൽ പ്രോസസിങ് എമൗണ്ടിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ട് അവർ പറയുന്നത് സ്കോളർഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്ക് അത് ചെയ്ത് ഡിസ്കൗണ്ട് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷൻ പോയിന്റ് ആണ്. എല്ലാവരും ആദ്യമേ സ്കോളർഷിപ്പ്, കാരണം ഫ്രീ ആയിട്ട് പൈസ കിട്ടുക എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അട്രാക്ഷൻ കൂടും. തീർച്ചയായിട്ടും 100 ഏജൻസി പോയി കണ്ടിട്ടായിരിക്കും ഒന്ന് സെലക്ട് ചെയ്യുന്നത്. അതെ. അപ്പം ഒരു ഏജൻസിയിൽ ഇപ്പം എത്ര ഒരു 10 രൂപ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 15 കുറച്ച് പറയും. ഇപ്പുറത്ത് സ്കോളർഷിപ്പ് പ്ലസ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർക്ക് ഭയങ്കര അട്രാക്ഷനാണ്. പക്ഷെ അത് ശരിക്കും ഒരു സ്ട്രാറ്റജിയാണ് ആൾക്കാരെ എടുക്കുക എന്നുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത ഒരാളോട് പറയാണ്, ഞാൻ ഇവിടുന്ന് വന്ന് എനിക്ക് ഇവിടുന്ന് എത്ര ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി ഇന്ന ഏജൻസിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേന്ന് ചോദിക്കും. നമ്മൾ പറയുന്ന കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് രീതി വെച്ചിട്ടല്ല നമ്മൾ അഡ്മിഷൻസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഈസി ആക്സസ് യൂണിവേഴ്സിറ്റിയിൽ മറ്റുള്ള ഏജൻസിക്കാളിലും കമ്പയർ ചെയ്ത് നമുക്കത് കൂടുതലായതുകൊണ്ടും നമ്മൾ അവിടെ 24/7 അവൈലബിൾ ആയതുകൊണ്ടും നമ്മൾ അങ്ങനെ ഒരു ഫോക്കസിങ് ആണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്ട്രാറ്റജീസ് വെച്ച് മാർക്കറ്റിംഗ്, സ്കോളർഷിപ്പ് അവൈലബിൾ 90% അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അത് തന്നെ ഫേക്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിന്തിക്കേണ്ട കാര്യം അട്രാക്ഷൻ കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു ആൾക്കാരിലെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതെപ്പോഴും ഉള്ളതാണ്. പക്ഷെ അതൊന്നും റിയൽ ലൈഫിൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഇപ്പൊ 10 രൂപ കുറച്ച് കൊടുക്കുമ്പോൾ അവര് പറയും എത്ര പറഞ്ഞാൽ എന്താ 10 രൂപ കുറച്ചല്ലേ കൊടുക്കുന്നത് ചോദിക്കും. പക്ഷെ സ്കോളർഷിപ്പ് 90% സ്കോളർഷിപ്പോട് കൂടി MBBS പിന്നെ വിദേശ വിദ്യാഭ്യാസം കരസ്ഥമാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിലൊരു 10% ആയിരിക്കും. അപ്പൊ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഒരു 10,000 കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ചില ഏജൻസീസ് കൊടുക്കും, ചിലർ കൊടുക്കുന്നില്ല. അപ്പൊ അത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു കുറുക്ക് വഴി ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് മാത്രം. അത് തെറ്റാന്നല്ല, നമുക്കത് അങ്ങനെ പറ്റില്ല. നമ്മൾ അത്രയും ഒരു വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഹൈപ്പ് കൊടുത്ത് ചെയ്യാനുള്ള സാധനമല്ല നമ്മുടെ. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾ മാത്രമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇൻപുട്ട് നമ്മൾ ബേസിക്കലി നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു പ്രയോറിറ്റി ബേസ്ഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ അഡ്മിഷൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൺട്രി മാത്രം ഫോക്കസ് ഓൺ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവൈലബിൾ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും എളുപ്പത്തിന്. അത് അങ്ങോട്ടുള്ള സ്ഥലത്ത് നമ്മളെ അഡ്മിഷൻ ചെയ്യുന്നു. അല്ലാതെ വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നമ്മുടെ പേജസ് നോക്കിയാലും കണ്ടാലും അറിയാം, കുട്ടികൾ തന്നെ എടുക്കുന്ന വ്ളോഗ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ സെലിബ്രേഷൻസിന്റെ ആഡപ്പുകൾ, അതൊക്കെയാണ് നമ്മളെ പേജിൽ കണ്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. സോ വി ആർ ഫോക്കസിങ് ഓൺ ഈ റിയൽ ലൈഫ് അല്ല നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. റിയാലിറ്റി ഹിറ്റ് ചെയ്യട്ടെ, അവർക്ക് മനസ്സിലാക്കട്ടെ ഇന്നതാണ്, ഇങ്ങനെയാണ് പ്രോസസ്സുകൾ നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടുക, അവിടെ എത്തിയാലും നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സാധനം
അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പൊ റിയാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിക്കുകയാണ്. ഞാൻ തന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കള് ഇങ്ങനെ അബ്രോഡ് പോയിട്ട് MBBS കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ട് അവർക്ക് ഹോം സിക്നെസ്സും അവരുടെ മെന്റൽ ബ്രേക്ക് ഡൗണിന്റെ ഒക്കെ കഥകൾ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ നിങ്ങളവിടെ പഠിച്ച ഒരാളാണല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ശരിക്കും നമ്മളൊരു അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് എവിടെ പോയാലും നമുക്ക് ടൈം എടുക്കും. ഇപ്പൊ നമ്മള് ഒരു സ്ഥലം കാണാൻ പോയാലും പോകുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ പൾസ് മനസ്സിലാവുന്ന പറയാം. ആ സ്ഥലം എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടൈം എന്തായാലും നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് ഇത്. നമ്മളിവിടെ എത്തുമ്പോ നമ്മൾ പറയുന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും ഇല്ല. അതായത് എത്തുമ്പോ ഇന്ത്യൻ മെസ് അങ്ങനത്തെ നമ്മള് കേൾക്കാറുണ്ട്. ഉണ്ട്, പക്ഷെ ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷെ ഒരു പരിമിതി വരെ നമുക്കത് നന്നായിട്ട് തോന്നും. തുടക്ക സമയത്ത് നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാട്ടിലെ ഫുഡ് എന്തെങ്കിലും എന്നുള്ള സാധനം നമുക്ക് പെട്ടെന്ന് തോന്നും. പിന്നെ കുറച്ചുമ്പോഴത്തെ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാ. കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. അപ്പൊ പിന്നെ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ അതും മടുക്കും. അത് മടുക്കുമ്പോഴത്തേനും നമ്മൾ സെൽഫ് കുക്കിങ്ങിലേക്ക് കയറും. അപ്പൊ ഞാൻ അതിലും പറയാം, എന്തായാലും സെൽഫ് കുക്കിംഗ് ആണ് ബെറ്റർ. ഫസ്റ്റ് ഇയർ നിങ്ങളത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കി കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം. മുന്നോട്ട് പോയാൽ നമുക്ക് അതേ നടക്കത്തുള്ളൂ. അത് ഞാൻ പറയാം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ആവും. നമുക്ക് ഓരോ സമയത്ത് ഓരോ തോന്നലാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നുകൊണ്ട് നമുക്കത് കറക്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലേ നടക്കുകയുള്ളൂ. ഇതാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ പറയാം, ലഗേജ് ഒക്കെ കുറച്ച് കുക്കറും പാത്രങ്ങളും. അപ്പൊ വീട്ടുകാർ തന്നെ ചോദിക്കും, നിങ്ങൾ പാചകത്തിന് വേണ്ടി പോകുന്നതാണോ എന്നുള്ള സാധനം മെയിൻ ആയിട്ട് ചോദിക്കും. അപ്പൊ നമ്മളിപ്പോ ഈസി ആയിട്ടുള്ള സാധനങ്ങൾ, മറ്റേ ചമ്മന്തിപ്പൊടി, മറ്റേ ബീഫ് അച്ചാർ, അങ്ങനത്തെ ഒക്കെ ഈസി ടു അങ്ങനെ കുത്തൊക്കെ കുറെ കൊണ്ടുവരിക, കുക്ക് ചെയ്ത് കഴിക്കുക. ഇപ്പൊ ഒരു സ്റ്റേജ് ഒരു 1 month കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഫുഡ് പറ്റുന്നില്ല പുറത്തെ, അല്ലെങ്കിൽ ഈ മെസ് ഫുഡ് നമുക്ക് ഓക്കെ അല്ല. പിന്നെ ദേ സ്റ്റാർട്ടഡ് കുക്കിംഗ്. പിന്നെ അവരത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഹോം സിക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം ഹോസ്റ്റലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടി ഇപ്പൊ പറഞ്ഞാലൊക്കെ തന്നെ ഒരു ഹോസ്റ്റലിൽ ഒരു റൂം മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസിക്കാരനും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പുറത്തുള്ള ഒരാൾക്കും വന്ന് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ വാർഡിനോട് സംസാരിക്കണം, ഹോസ്റ്റലിന്റെ ആൾക്കാരോട് സംസാരിക്കണം, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ പറയണം, വേറെ റൂമിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അത് നോക്കണം, ആ റൂമിലേക്ക് പോവാണെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ലീഗലൈസ്ഡ് സാധനങ്ങളാണ്. നമ്മൾ പേപ്പേഴ്സ് എഴുതണം. അവിടുത്തെ ആ സ്റ്റുഡന്റിന്റെ ലീഡർ ഉണ്ടാവും, നമ്മുടെ അവിടെ ഉള്ളവരെ കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പൊ അവരോട് സംസാരിക്കും. ഇതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ സീനിയേഴ്സ് ആണ്. ഞങ്ങൾ പോയപ്പോ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജൂനിയേഴ്സിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാ, ഇവിടുന്ന് ഒരു വേറെ ലോകമാണ്. കയറി വരുമ്പോൾ നമ്മളെല്ലാവരും ത്രില്ലാണ്. ഹായ്, പുതിയ രാജ്യത്തേക്ക് പോകുന്നു, അവിടുത്തെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ ഒരു കൂടിപ്പോയ ഒരു 1-2 ആഴ്ച നമുക്ക് ആ പുതുമ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലൈമറ്റുകൾ മാറാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇമോഷണൽ ഇംബാലൻസുകൾ നമുക്ക് ഉണ്ടായി തുടങ്ങും. വീട്ടിൽ പോകണം തോന്നും, ഇതെനിക്ക് പറ്റുന്ന പണിയാണോ, അങ്ങനെ അടക്കം നമ്മൾ പല പല തോട്ട്സ് നമുക്ക് കയറി വരും. അത് എന്തെന്ന് പറയുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യണം. നമ്മൾ പൈസ മുടക്കി നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ചെങ്കിലും ഉണ്ടല്ലോ നമ്മളെ ഹെൽപ്പ് ആക്കാനുള്ളൊരു മെന്റാലിറ്റിയിൽ നമ്മൾ മുന്നോട്ട് പോവുക ചെയ്യുക. അപ്പൊ അതെപ്പോഴും പറഞ്ഞു കൊടുക്കും. നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെ ഉള്ളൂ നമുക്കായിട്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. സോ ട്രീറ്റ് ദം വെൽ. അവരെ നമുക്ക് നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കും അത് നല്ലൊരു ഗുണമായിട്ട് മാറും എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇതേപോലെ ഹോം സിക്ക് ആയിട്ടുള്ള മെന്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ വരുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഇതുപോലുള്ള കമ്മ്യൂണിറ്റികൾ. നമുക്ക് എന്തായാലും തീർച്ചയാണ്. അപ്പോ നിങ്ങളുടെ ഈ ഒരു 6 വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? ഞാൻ ആദ്യം പഠിച്ചിരുന്ന യുക്രൈനിലാണ്. അപ്പൊ വാർ വന്നപ്പോഴാണ് നമ്മൾ ഉസ്ബെക്കിലേക്ക് മൊബിലിറ്റി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ആസ് എ ഫൈനൽ ഇയർ നമ്മുടെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ വാർ വന്ന സമയത്താണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി എന്നുള്ള സാധനം എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോർ ദാൻ 2000 ഇന്ത്യൻസ് തന്നെ ഉണ്ട്. പിന്നെ മൊറോക്കൻസ്, പിന്നെ ഉള്ളത് നൈജീരിയൻസ്, പാകിസ്ഥാനീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൺട്രീസ് നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അവിടുന്ന് എങ്ങോട്ട് പോകണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, ട്രാപ്പായി പോവുക എന്താക്കാന്നൊന്നും അറിയില്ല. ആ സമയത്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളുടെ ഞാൻ പറഞ്ഞില്ല, മെയിൻ കോൺട്രാക്ടർ വാസ് ദെയർ. അവിടെ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടുന്ന് നമ്മൾക്ക് ഉച്ചയ്ക്കൊരു പറയുന്നു നിങ്ങൾ ഇറങ്ങാന്ന് പറയുന്നു, നമ്മൾ നമ്മുടെ കൈ കിട്ടുന്ന സാധനങ്ങൾ എടുത്തു, ഒക്കെ തകരുകയാണ് സ്വപ്നങ്ങള്. ഒരു സെക്കൻഡ് ഹോം ആണ് നമുക്ക്. അപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ നമ്മളെ കോൺട്രാക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം ചിലപ്പോൾ അവർ ത്രൂ ഉള്ള കോൺടാക്റ്റിലായിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റി വാക്സിനേഷൻ ത്രൂ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അതൊക്കെ നമുക്ക് പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ നമ്മള് ഇത്രയും ട്രാവൽ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളിപ്പോ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, പെൺകുട്ടികളാണല്ലോ, ഒബ്വിയസ്ലി അവർക്ക് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഈ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പീരീഡ്സ് ആയിട്ട് വയ്യാണ്ടായ പെൺകുട്ടികൾ വരെ ഉണ്ട്. ട്രെയിനിൽ നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല,
അങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇന്ന ഫുഡ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വി യൂസ് ടു ഷെയർ തിങ്സ്. നമ്മൾ ഓരെ സേഫ് ആക്കണം, അല്ലെങ്കിൽ ആർക്കാ വയ്യാത്തത് ഓരെ നമ്മൾ ഹെൽപ്പ് ഔട്ട് ചെയ്യുക, വയ്യാത്ത ആളെ നമ്മൾ നോക്കുക. ഇപ്പൊ ഇരുന്ന് പോരാൻ പോലും ഫ്ലോറിൽ, അതായത് ട്രെയിനിന്റെ ബേസിക് ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ പോലും ഇരുന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് തീരെ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയമേ ചെയ്ത് വന്ന് നമ്മൾ ഹംഗറി എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ എത്തുമ്പോൾ ഫസ്റ്റ് ട്രെയിനിൽ നമ്മൾ വന്ന് ഇറങ്ങുകയാണ്. ആകെ ഉള്ളത് കുറച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ ആൾക്കാരാണ്. അതായത് ഹംഗറിയിലുള്ള കുറച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്നു. അപ്പൊ ആദ്യം അവർ വിചാരിച്ചൊക്കെ ഇത്ര സ്റ്റുഡൻസേ ഉള്ളൂ. ട്രെയിൻ ബൈ ട്രെയിൻ ഇതുപോലെ 4 ട്രെയിനിൽ ഇത്ര കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ജോയിൻഡ് ആസ് എ ടീം. ഇപ്പൊ നമ്മൾ വന്ന കുറച്ച് പേര് നമ്മൾ നിന്നു. ഐ സ്റ്റിൽ റിമെമ്പർ, ഐ ഡോണ്ട് ലൈക്ക്, ഞാൻ അങ്ങനെ പറയുന്നൊന്നുമല്ല, ഒരുപാട് ഗേൾസ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ വാസ് ദെയർ ത്രൂ ഔട്ട്. ഫസ്റ്റ് ട്രെയിനിൽ വന്നിറങ്ങി. അന്ന് അവിടുന്ന് ഏറ്റവും ലാസ്റ്റ് ട്രെയിൻ വന്നിറങ്ങുമ്പോഴാണ് എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മാറുന്നത് തന്നെ. അപ്പൊ നമ്മള് പെൺകുട്ടിയെന്നില്ല ആൺകുട്ടിയെന്നില്ല, നമ്മളെല്ലാവരും ത്രൂ ഔട്ട് ദെയർ അവിടെ. കാരണം നമ്മളെ കുട്ടികൾക്ക് പോവാൻ വേറെ ഇടവില്ല. അപ്പൊ നമ്മളിത് സോർട്ട് ചെയ്യണം, ഗ്രൂപ്പായിട്ട് തിരിക്കണം, നമ്പറുകൾ തിരിക്കണം, കുട്ടികളെ ഇങ്ങോട്ട് മാറണം. അതിൻ്റെ അകത്ത് ഫുഡ് കഴിക്കാതെ തല കറങ്ങി വീഴുന്ന കുട്ടികൾ, അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഫോണിൽ ചാർജ് ഇല്ല, മൊത്തം ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. ഭയങ്കരമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുട്ടി തലയിറങ്ങി വീണിട്ട് റെഡ് ക്രോസ് വന്നു. അപ്പൊ ഒരാൾ കൂടെ പോണം. ഐ വാസ് ദ വൺ ഹു ചൂസ് ടു ഗോ. ഞാൻ പോയിട്ട് നമ്മൾ വെയിറ്റ്. അപ്പൊ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇൻസൈഡ് അലൗഡ് അല്ല. ഏത് ഭാഷയിൽ ചോദിക്കും, ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓൺ ചെയ്യണമെന്ന് പോലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫോണിൽ ചാർജ് ഇല്ല. വേറൊരാൾ വിളിച്ചാലേ ഉള്ളൂ നമ്മൾ ഇവിടെ സ്റ്റക്ക് ഓൺ ആയി ഇരിക്കുക, നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആള് വന്നു, പുള്ളി നമ്മളെ പിക്ക് ചെയ്തു, പുള്ളി ഭാഷ സംസാരിച്ചു, പുള്ളി തിരിച്ച് നമ്മളെ പിന്നെ എത്തിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാ. അപ്പൊ നമുക്ക് ചോയ്സ് ഇല്ല, ബിക്കോസ് നമ്മുടെ മുന്നിലെ സിറ്റുവേഷൻ ഇവര് പറയണം ഹെൽപ്ലെസ്, കൊണ്ടുപോകാൻ സ്ഥലമില്ല. വി വർ ദെയർ ടു സോർട്ട് ഇറ്റ് ഔട്ട്. നമ്മളപ്പോ അവിടെ നിന്ന് സോർട്ട് ചെയ്യുന്നു. കുറെ പേര് അവിടുന്ന്, നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, അവിടുന്ന് അവരെ കുറെ പേര് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് നമുക്ക് മനസ്സിലായി വി ഗോട്ട് എ സ്ട്രെങ്ത് ടു മീൻസ് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ആണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള റിയാലിറ്റി ഹിറ്റ് ചെയ്ത് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. എനിക്ക് തീരെ നമുക്ക് അങ്ങനെ പേഴ്സണലി നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. എനിക്കൊന്നും തീരെ വയ്യാണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സ് വരുന്നില്ല ഇട്ടിട്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും പ്ലസ് ആൾക്കാരുള്ള സമയത്ത് കുറെ ആൾക്കാർ പോയി. പിന്നെ നമ്മൾ ഇങ്ങനെയാണ്, അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് പറയണ വി വർ നോട്ട് ഇൻഫോംഡ്. ഇത്ര ആൾക്കാർ വന്ന് ഞങ്ങൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഇന്ന വഴിയുണ്ടോ നോക്കുക. അതിലേക്ക് നമ്മള് ഗ്രൂപ്പായിട്ട് തിരിക്കണം. ആദ്യത്തെ 10 പേരെ വേറെ സ്ഥലത്തേക്ക്, അതും ചുമ്മാ പ്ലെയിൻ ആയിട്ടുള്ള റൂമിലേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. നമുക്ക് സ്റ്റേ കിട്ടിയെന്നല്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്തു തന്നു. പക്ഷെ അതിനെ തരണം ചെയ്യാൻ നമുക്ക് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ കോർ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഇതാണ്. കാരണം എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ട് വന്നു, എല്ലാവർക്കും അവരൊക്കെ തന്നെ ഉള്ളൂ എന്ന് മനസ്സിലായി. നമ്മൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നു. അപ്പൊ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണം അതാണ്. അവർക്ക് നമ്മൾ എങ്ങനെ പോയാലും അടുത്ത ആളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അടുത്ത ആൾക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് മുന്നോട്ട് പിന്നെ ഭയങ്കര നന്നായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, എടാ ഇങ്ങനൊരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെയും കൺസിഡർ ചെയ്യുക, ബാക്കിയുള്ളവരെയും നമ്മൾ ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് മുന്നോട്ട് നല്ല രീതിയിലുള്ളൊരു എന്താ പറയാ, മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ പോവാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ കുറെ ഹൈപ്പും കൊടുത്ത് കുറെ ഇത് കാണിച്ച് കുറെ അഡ്വർടൈസിങ്ങും ചെയ്തിട്ടൊന്നും കാര്യമില്ല. റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ അല്ല, ഈ സംഭവം ഇതിപ്പോ നമ്മൾ ഇത് പറഞ്ഞില്ല, ഇത്രയും പേര് നിന്നു, ഇത്രയും പേര് നമ്മൾ ചെയ്തു, ഇതിൽ ഏജൻസിക്കാരുടെ സൈഡിൽ കൂടെ വന്നിട്ട് ഞങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്തു. അതും സ്ട്രാറ്റജി ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹംഗറിയിൽ അന്ന് വന്നപ്പോ നമ്മൾ ഇത് ചെയ്തു, ഹംഗറിയിൽ നമ്മൾ ഇപ്പൊ ഇത് ചെയ്യുന്നു. ഒന്നുമില്ല, പിള്ളേര് എന്നെ കഷ്ടപ്പെട്ട് പിള്ളേര് എന്നെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ അങ്ങനെ പറയില്ല, അന്ന് ഞാൻ ഭക്ഷണം എന്നുള്ള സാധനം കഴിച്ചിട്ടില്ല. ഞാൻ വന്നിറങ്ങിയ ഒരു കോഫി ഒരു ബണ്ണും റെഫ്യൂജീസിനുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഒരു 10-11 മണി വരെ ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല, ഒരു ബോട്ടിൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റവര് വന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്തു, അവര് പോകുന്നു, അവര് കഴിക്കുന്നു, അവര് തിരിച്ചു വരുന്നു. കുട്ടികൾ വന്നു, മറ്റേ മെയിൻ കളി വന്ന് ഇടയ്ക്കൂടെ കയറി വന്ന് മെയിൻ കളിച്ച് കുറെ വീഡിയോസും സാധനങ്ങളും എടുത്തിട്ട് ഒരു ഹൈപ്പ് അങ്ങ് കൊടുക്കുന്നു. ഇതിന്റെ റിയാലിറ്റിയിൽ അനുഭവിച്ചത് ബാക്കിയുള്ളവരും പുറത്തുനിന്ന് കാണുമ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവരും എല്ലാം ഹൈപ്പ് കൊടുക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യടാ, ഇങ്ങനെയൊക്കെയാണ് സംഭവം, നമുക്ക് നമ്മളെ കൊണ്ട് ആകാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്തു തരും. ഹൈപ്പില്ല, നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറഞ്ഞ്, കാരണം ഇവരെ ആയിരിക്കും നമ്മൾ കിച്ചണിൽ വെച്ച് നമ്മൾ വലിയ സംഭവത്തിൽ നമ്മൾ ഓഫർ
സ്കോളർഷിപ്പ് ബേസ്ഡ് സാധനങ്ങളൊക്കെ പറയുന്നു. ഇപ്പൊ ഒരാൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളിപ്പോ പല പല ഏജൻസി എന്നുള്ള കുട്ടികളാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു ഏജൻസി 90% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു, മറ്റേ ആൾക്കും വിത്തൗട്ട് സ്കോളർഷിപ്പ് വന്നു. ഈ സ്കോളർഷിപ്പ് കൊടുത്തവനും ഇവനും ഒരേ കൺസൾട്ടേഷൻ ഫീ ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതിലെ കൂടെ ഇപ്പൊ നമ്മൾ ഈ കാണത്തില്ല, ഈ മെയിൻ വാച്ചസിനൊക്കെ നമ്മൾ ഓഫർ 10% ഓഫർ. ഇപ്പൊ അവര് 5,000 ആണ് റേറ്റ് ഇടുന്നതെങ്കിൽ അതായിരിക്കും ആക്ച്വൽ പ്രൈസ് ഉണ്ടാവുക. എന്നിട്ട് 10% ഓഫർ. അത് അവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ സെയിം സാധനം. എന്നിട്ട് നമ്മളോട് വെച്ചാൽ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നില്ലല്ലോ എന്നുള്ളത് പറയും. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് എത്രയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ വൈസായിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിങ്ങൾ ഇത് എടുക്കുക ഇത് നല്ലതാണെന്ന് നമ്മൾ പറയില്ല. എവ്രിതിങ് ഹാസ് ദിയർ ബാഡ് ആയിട്ടുള്ള സൈഡും ഉണ്ട്, ഗുഡ് ആയിട്ടുള്ള സൈഡും ഉണ്ട്. അപ്പൊ ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക ബാഡ് സൈഡ്സ് ആണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ. ഇതൊക്കെ അറിഞ്ഞു വരിക. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ചൂസ്. ചുമ്മാ നമ്മള് പറഞ്ഞിട്ട് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അടുക്കള കുക്ക് ചെയ്തോണ്ടെങ്കിൽ വരിക, ഇതാണല്ലോ നിങ്ങളുടെ മെസ്സ് അല്ലെങ്കിൽ ഇതാണല്ലോ നിങ്ങളുടെ ഇത്. അതില് കാര്യമില്ലല്ലോ. ഇപ്പൊ അഖില നിങ്ങൾ കടന്നുപോയ വാർ സിറ്റുവേഷനും അതിന്റെ ക്രൈസിസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഒട്ടും ഫിൽറ്റേർഡ് അല്ലാതെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ഇതിന്റെ റിയാലിറ്റി എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, നിങ്ങളൊരു ഏജൻസിയും കൂടി ആണല്ലോ. അപ്പൊ നിങ്ങളെ അപ്രോച്ചബിലിറ്റി അത് ബാധിക്കൂലേ? അങ്ങനെ ഇതുവരെ നമ്മൾ അങ്ങനെ മാർക്കറ്റിംഗ് രീതിയിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ അത്രയും നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ ഇത്ര ബിൽഡപ്പ് കൊടുത്ത് ഷുഗർ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു മൊമെന്റ് ചെയ്യുമ്പോഴത്തേന് അതങ്ങ് ഇല്ലാണ്ടാവും, അങ്ങ് പൊട്ടിത്തകരെയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ളതൊന്നും നമുക്ക് വേണ്ട. റിയാലിറ്റി എന്താണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് മനസ്സിലാക്കി അതിന് കേപ്പബിൾ ആണ്, തന്നെ കൊണ്ടത് പറ്റും, അല്ലെങ്കിൽ സർവൈവ്, ഇതൊക്കെ നോർമലി സംഭവിക്കുന്ന സാധനങ്ങളാണെന്നൊക്കെ ഉള്ളൊരു റിയാലിറ്റി ഹിറ്റിംഗ് സാധനം അവർക്ക് നേരത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത്. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 2 ദിവസം നോക്കുക, പിന്നീട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകാം എന്നുള്ള അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ. അപ്പൊ നമ്മുടെ മെന്റലി ഡൗൺ ആയിരിക്കും കുട്ടികളൊക്കെ. അപ്പൊ നമ്മള് പല സർക്കംസ്റ്റൻസ് വരുമ്പോൾ പലരും പല രീതിയിലാണ് ഹാൻഡിൽ ചെയ്യും. ഇപ്പം ഞാൻ ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്നവനായിരിക്കില്ല എന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ ഹാൻഡിൽ ചെയ്യുക. എനിക്ക് ചിലപ്പോൾ വളരെ ചെറുതായിട്ടുള്ള കാര്യം അവർക്ക് വലിയതായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ എന്താ പറയാ, വളരെ ലേറ്റ് ആയിട്ട് ഫീസ് അടച്ചില്ല, അല്ലെങ്കിൽ ഫീസ് കിട്ടിയില്ല, ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ സംഭവിച്ചെന്ന് വരാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ക്ലാസ്സിന് പുറത്താക്കും. നാട്ടിൽ പറയുന്ന പോലെ അല്ല, അല്ലെങ്കിൽ നാട്ടിലെ സ്കൂളിലെ കുട്ടികളെ നമ്മളിങ്ങനെ അനുവദിച്ച് നിർത്തുന്ന പോലെ അല്ല. ദേ വോണ്ട് ഡു ദാറ്റ്. ഫീസ് അടച്ചില്ലെങ്കിൽ അവർ ക്ലാസ്സിൽ കയറ്റില്ല. അത് അവരുടെ ഒരു സ്ട്രാറ്റജി പോലെ തന്നെയാണ്. നമ്മൾ അലൗഡഡ് അല്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്യാം, അതിൽ കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് നമ്മൾ പറയാൻ നമ്മുടെ ഏജൻസിക്കാരൊക്കെ പറയും അത് 1-2 അങ്ങോട്ട് ദിവസം വൈകാലും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് മാനേജ് ചെയ്യാം. നടക്കുന്ന കാര്യമില്ല, അവർ സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാം. അപ്പൊ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. നമുക്കിങ്ങനെ പക്ഷേ എനിക്കും പോകാൻ പറ്റുന്നില്ലല്ലോ, എന്റെ എന്ന് റെഡിയാവും എന്നുള്ള തോട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊക്കെ അതിലൂടെ കടന്നു പോയ ഒരാളാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാം. ഇപ്പൊ ചില കുട്ടികൾക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറെ എല്ലാവരും ക്ലാസ്സിൽ പോകുന്നു, എനിക്ക് മാത്രം കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കത് വിഷമമായിട്ട് നിൽക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ആണ് ഒരാൾ അങ്ങനെ ഒരു ബ്രീഫ് കൊടുക്കുകയാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. ഇങ്ങനൊരു സാധനം വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങള് ഇതിനെപ്പറ്റി കേട്ട കാര്യമാണെന്ന് പറയുമ്പോൾ അവർക്കതൊരു അല്ല. അപ്പൊ അങ്ങനെ മനസ്സിലാവുമ്പോ അപ്പൊ അടുത്ത ആളോട് ആ കുട്ടി ഒരാളോട് പറയാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ ഓക്കെ അവളവിടെ ഉണ്ട്, അവള് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കാം, അതുകൊണ്ട് നമ്മൾ വരുന്നു. അല്ല, അങ്ങനെ നോക്കുമ്പോഴാണ് എപ്പോഴും ബെറ്റർ. നമ്മളിതിനെ ബിസിനസ് ആയിട്ടല്ല, നമ്മളെ കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ നമ്മുടെ ഇങ്ങനെ ഒരു ഇതുവഴി വരുന്ന ഒരാൾക്ക് അത് നമ്മളെ നോർമലൈസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള. നമ്മളൊരിക്കലും ഇത് ഒരു വലിയൊരു മാർക്കറ്റിംഗ് ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബിസിനസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വേഴ്സറ്റൈൽ ആയിട്ട് നമ്മളെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അഖില നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഏജൻസിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരല് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നല്ല, പാരന്റ്സിന്റെ സൈഡിൽ നിന്നാണ്. പാരന്റ്സിന് ഏറ്റവും കൂടുതൽ കൺസേൺസ് എന്താണ് വരാറ്? അവർക്ക് കൂട്ടം അല്ലെങ്കിൽ ഒരു ബൾക്ക് ഓഫ് ഡൗട്ട്സ് ഉണ്ടാവും എപ്പോഴും. നമുക്ക് എപ്പോഴും നമ്മള് അങ്ങനെ പറയില്ല, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്കിങ്ങനെ സിമ്പിൾ സാധനമൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു സംശയമാണോ നമ്മൾ തോന്നും. പക്ഷെ നമ്മൾ അതിലൊരു ഗോ ത്രൂ ചെയ്തോണ്ട് നമുക്ക് ഇത് ഇത്ര ഉള്ള കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മള് പുതിയതായിട്ട് ഇതിലേക്ക് വരുന്ന ഒരാൾക്ക് അത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മെയിൻ ആയിട്ട് പെൺകുട്ടികളാകുമ്പോൾ സേഫ്റ്റിയാണ് അവർ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, പഠിപ്പിക്കുന്നത് ആരാണ്, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണോ ഹോസ്റ്റൽ വരുന്നത്,
ഹോസ്റ്റലും യൂണിവേഴ്സിറ്റി തമ്മിലുള്ള ഗ്യാപ്പ് എത്ര, കുട്ടിക്ക് പുറത്ത് പോകേണ്ടി വരുമോ, ഹോസ്റ്റലിൽ സേഫ്റ്റി ഉണ്ടോ, ഹോസ്റ്റലിൽ ഇത്ര മണിയാകുമ്പോൾ കയറണം എന്നുണ്ടോ, റാഗിങ് ഉണ്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞാലേ ഹോസ്പിറ്റൽസ് ഒക്കെ നമുക്ക് ക്ലിനിക്സ് തുടങ്ങി കഴിയുമ്പോൾ ദൂരെയാണ്. നാട്ടിലെ പോലെ അല്ല നമുക്ക് ഹോസ്പിറ്റൽസ്. പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പല ഹോസ്പിറ്റലുകളായിട്ട് തിരിഞ്ഞെടുക്കുന്ന ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സും. അപ്പൊ ഇങ്ങോട്ടൊക്കെ നമുക്ക് ക്ലിനിക്സിന് പോകണമെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യണം. അപ്പൊ അതിന്റെ എക്സ്പെൻസുകൾ എത്ര, ഒരു കുട്ടിക്ക് ഒരു മാസം ഒരു ഉസ്ബെക്കിൽ ഇപ്പൊ ജീവിച്ചു പോവാൻ മന്ത്ലി മന്ത്ലി അവർക്ക് എക്സ്പെൻസ് എത്ര വേണ്ടി വരും എന്നുള്ള ഡൗട്ട് തൊട്ട് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് വരെ ഉണ്ടോ എന്നുള്ള ഡൗട്ട്സ് നമുക്ക് ബേസിക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്നും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് കാര്യങ്ങള്. നമ്മളൊരു 3rd year ഒക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഹോസ്റ്റലിൽ ഹോസ്പിറ്റൽസ് പോകേണ്ടി വരിക. ബൈ ദ ടൈം അവരത് പഠിക്കും. ഇപ്പൊ ഹോസ്റ്റൽസിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ കുക്കിങ്ങിന്റെ കിച്ചൺ അവൈലബിൾ ആണോ എന്ന് അവർ ചോദിക്കും. അത് സേഫ്റ്റി ആണോ, കാരണം ഗ്യാസ് അടുപ്പാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്, അങ്ങനത്തെ അതിന്റെ കാര്യങ്ങള്, ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരേ ഹോസ്റ്റലിലാണോ, അങ്ങനെ അടങ്ങി ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞ് അപ്പൊ അവർക്കത് മനസ്സിലാവും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പൊ അവരതിൽ ഭയങ്കര ഓക്കെ ആയിട്ട് വരും. സേഫ്റ്റിയാണ് എല്ലാവരും ചോദിക്കുന്ന സാധനം. നമുക്ക് ഹോസ്റ്റൽസിൽ വാർഡൻസ് ഉണ്ടാവും പെൺകുട്ടികൾക്ക്. പിന്നെ നാട്ടിലെ പോലെ അല്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നോബഡി ഈസ് കെയർ. ലൈക്ക് പുറത്തൊരാൾ നടക്കുന്നു എന്നുള്ളത് അവിടെയുള്ള ആൾക്കാർ ആരും ശ്രദ്ധിക്കുകയും കൂടി ഇല്ല. നാട്ടിൽ പക്ഷെ അങ്ങനെയുള്ള ഒരാൾ പോയാൽ നമ്മളിങ്ങനെ ചെക്കന്മാരാ കൊണ്ടയാക്കും. ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ ആൾ എത്തുന്ന വരെ ആ രീതിയിൽ വരെ. പക്ഷെ അവിടെ എന്ന് പറയുമ്പം ആരും നോക്കലില്ല, ആർക്കൊന്നും അറിയണ്ട. എല്ലാരും ബിസി ലൈഫ് ആയിട്ട് പോകുന്നവരാണ്. അവനവന്റെ കാര്യങ്ങൾ നോക്കി നടക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത്ര ടൈം ആകുമ്പോൾ 9 മണിയാ പറയുന്നെങ്കിൽ നമുക്ക് 9 മണിയാകുമ്പോൾ കൂളായിട്ട് 8 മണിക്ക് ഇറങ്ങി. 8 മണിക്ക് നമുക്കൊരു കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഇന്ന സാധനം ഇല്ലെന്ന് അറിയുന്നത്. കടയിൽ ഇറങ്ങി പോയി വാങ്ങിച്ചിട്ട് തിരിച്ച് കൂളായിട്ട് കയറി വരാം. ആരും നമ്മളെ നോക്കുന്നില്ല. നമുക്ക് അത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് പുറത്ത് നമുക്ക് മാർക്കറ്റാണ്. അത്ര അവൈലബിൾ, ജസ്റ്റ് ഒരു വോക്കിന്റെ ആവശ്യമുള്ളൂ. പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ ഇത്ര ഭയങ്കര ഹ്യൂജ് സ്പേസിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അവിടെ വാക്കിംഗ് ഏരിയാസ് ഉണ്ട്, അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, കുട്ടിക്ക് പുറത്തിറങ്ങാം, അവനവന്റെ കാര്യങ്ങൾ ചെയ്യാം. കാരണം എല്ലാം ക്യാമറാസ് ഇത് ചെയ്തിട്ടാണ്. പുറത്തുനിന്ന് ഒരാളെ യൂണിവേഴ്സിറ്റി അലൗഡല്ല. സെക്യൂരിറ്റീസ് എപ്പോഴും 24/7 അവിടെ ഉണ്ട്. അങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമുള്ളൊന്നും അല്ല. നമ്മൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കുന്നത്. അബ്രോഡ് പെൺകുട്ടികളൊക്കെ വരുമ്പോ ഭയങ്കര കൺസേൺസ് പേരൻസിന് ഉള്ള ഒരു സാധനമാണ്. എല്ലാരും പറയുന്നത് നാട്ടിലെ പോലെ അല്ല, എന്താണ് അവിടെ, വിശ്വസിക്കാമോ? കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായ എന്തെങ്കിലും പ്രശ്നം പേരൻസിന് ഓടിയെത്താം. അതുപോലെ എല്ലാവർക്കും ഓടിയെത്താൻ പറ്റണം എന്നില്ല. അപ്പൊ എല്ലാ ഫാമിലീസും അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനത്തെ നിങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള സാധനങ്ങൾ അടക്കം വളരെ ഓർക്ക്. ഇപ്പൊ ഒരു നേരം ഫുഡ് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ കൊടുക്കും. നമ്മളെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു നേരത്തെ ഒരാൾക്ക് ഫുഡ് കൊടുക്കണം, എന്താ ബുദ്ധിമുട്ട്? അതുപോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് ഇതുവരെ ഒരു ബാഡ് എക്സ്പീരിയൻസസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 100% ഞാൻ എപ്പോഴും പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ല ഓപ്പർച്യൂണിറ്റി. ഇപ്പം പ്രത്യേകിച്ച് 60-70% പെൺകുട്ടികളാണ് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ടോട്ടൽ സ്ട്രെങ്ത് നോക്കുമ്പോൾ ആൺകുട്ടികൾ വളരെ കുറവും പെൺകുട്ടികളാണ് കൂടുതലും. പണ്ട് ഈ മെക്കിലൊക്കെ പറയുന്ന പോലെ ഒരു പെൺകുട്ടി കയറുന്ന പോലെയാണ്. ഇത്രയും ഗ്രൂപ്പ് ഓഫിലേക്ക് ഒരു 10-15 ചെക്കന്മാരെ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുള്ള് പെൺകുട്ടികളാണ്. അപ്പൊ അതിനുള്ള ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം സേഫ്റ്റി ഒരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ പോലും. ഒരാളെ കൊണ്ട് നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്തൊന്നും അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സേഫ്റ്റി 100% ആണ് എപ്പോഴും. ഉറപ്പായിട്ടും അത് നമ്മള് പുറത്ത് പിന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. നമ്മള് ഇന്ന സ്ഥലത്ത് ഇത് കിട്ടും, ഇന്ന സ്ഥലത്ത് ഇതാക്കിയ കിട്ടും എന്നല്ല. പിന്നെ ഇങ്ങനെ റീഅഷ്യൂർ ചെയ്യും, കുഴപ്പമില്ലല്ലോ, നമുക്ക് പോയിട്ട് നമ്മൾ ധൈര്യമായിട്ട് പോയിട്ടോ, കുഴപ്പമൊന്നും ഇല്ല നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ അവരെ കൊണ്ടുപോകുന്നുണ്ടാവും. ഇന്ന സമയമാകുമ്പോൾ നമ്മളും കൊണ്ടുപോകും. പിന്നെ അടുത്ത ഒരു 6-5 മാസം കഴിയുമ്പോൾ അവർക്കറിയാം അവർക്ക് എവിടെ പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എപ്പോൾ പോകാൻ പറ്റും, ഇന്ന ഷോപ്സ് എപ്പോൾ അടയ്ക്കും. അവർക്ക് ഫുള്ള് ഡീറ്റെയിൽ. പിന്നെ നമ്മുടെ ഹെൽപ്പേ വേണ്ട. തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ്ങില് നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇതാക്കും. അവരെ നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അഡാപ്റ്റ് ആവും. അപ്പൊ അടുത്ത ആൾ വരുമ്പോൾ ഇവരായിരിക്കും നോക്കുന്നുണ്ടാവും. നമുക്കതിന് നേരെ ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് ക്ലാസ്സസ് ഉണ്ട്, നമ്മൾ ബിസി ആയിരിക്കും. അപ്പൊ ഇവർക്കാർക്കും ലൈറ്റർ ക്ലാസ് ഉണ്ടാവുക, ഇവര് ടേക്ക് കെയർ ചെയ്യും. സെക്കൻഡ് ഇയർ ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അവരായിരിക്കും നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടാവുക. എടാ ഒന്നും ചെയ്യും, നമുക്ക് സമയമില്ല, ക്ലാസ് ഉണ്ട്, ഞങ്ങൾ നോക്കി പറ്റുന്നില്ല, നിങ്ങളൊന്ന് കൊണ്ടുപോകുന്ന പറയുമ്പോൾ അവരത് ഭയങ്കര ഈസിയർ ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടറോട് വലിയൊരു താങ്ക്സ് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊരു ഏജൻസിയെ, ഒരു കമ്മ്യൂണിറ്റി ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇത്ര അൺഫിൽറ്റേർഡ് ആയിട്ട് കാര്യങ്ങൾ പറയാണ്.
ഒരു ഏജൻസിയും ഇപ്പൊ നമ്മൾ സാധാരണ ഒരുപാട് മിഡിൽ മാൻ ആയിട്ട് നിൽക്കുന്ന ഏജൻസികളെ കാണാറുണ്ട്. ആ. അവർ പലതും മറച്ചു വെച്ച് അവരുടെ മാർക്കറ്റിംഗ് സൈഡ് മാത്രമാണ് സംസാരിച്ച് കണ്ടിട്ടുള്ളത്. ആ. അപ്പോ ഇങ്ങനെ ഈ ഒരു ആശയം മുന്നിക്ക് അതായത് ഈ ഒരു ആശയത്തെ റെപ്രസെന്റ് ചെയ്ത് വരിക, പിന്നെ ധൈര്യത്തോടു കൂടി പറയാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഡോക്ടർ അഖില, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദി കാ പോഡ്കാസ്റ്റ്. ഒരുപാട് മെമ്പേഴ്സ് ഇന്നുള്ള നിങ്ങളെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉസ്ബെക്കിൽ തന്നെ നിൽക്കാതെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വളരട്ടെ. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.